നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അത് ഓരോന്നായിട്ട് തന്നിട്ടുണ്ടാവും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ് ഫ്രെയിം ചെയ്യാനായിട്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അതുപോലെ 4 ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ വേണോ ഫ്രെയിം ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ടോപ്പിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ 50% ഫേക്ക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നാൽ പോലും 70+ എഴുതിയത് 80+ എഴുതിയ ആൾക്കാരുടെ എണ്ണം 100-ൽ കൂടുതലാണ്. നമ്മുടെ നിമി ലെവലിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. കുറച്ച് അഡ്വാൻസ്ഡും കൂടി ഒരു ITL ലെവലിന് വേണ്ടി പഠിച്ചിരിക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ടാവും. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് ശരിക്കും 4 പോയിന്റിൽ 5 പോയിന്റ്, ഈ ഒരു പോയിന്റും കൂടി, ഇത് 5ാമത്തെ പോയിന്റാണ്. ഈ 5 പോയിന്റ് മറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. KW ഓപ്പറേറ്ററിന്റെ കഴിഞ്ഞോടെ ചോദിച്ച ചോദ്യമാണ് 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചോദ്യം എഴുതുന്ന ആളായിരിക്കും മറ്റ് ഈ പറയുന്ന 50-60 റേഞ്ചിൽ നിൽക്കുന്ന ആളെക്കാൾ ഒരു പടി മുകളിലേക്ക്. അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾ എഴുതുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു 50-60 മാർക്ക് എല്ലാവരും വാങ്ങിക്കും. അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ചെയ്യാൻ പറ്റും, അതായിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമിയിലുള്ളതിനപ്പുറത്തേക്കും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് അറിയാവുന്നതുപോലെ KW ഓപ്പറേറ്റർ എക്സാമിന് ഇനി നമുക്ക് ഏകദേശം 50 ദിവസമാണുള്ളത്. ഈ 50 ദിവസം എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാം, റിവൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 50 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. ഓൾറെഡി തന്നെ നമ്മൾ ഫേസ് 1, ഫേസ് 2 പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡി പ്ലാൻ എല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ ജൂൺ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ, അതായത് എക്സാമിന് തലേന്ന് വരെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, നമ്മുടെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. അത് എന്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരാം, അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് എങ്ങനെ പെട്ടെന്ന് റിവൈസ് ചെയ്യാം, റിവിഷൻ സീരീസ് എങ്ങനെ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ, നിങ്ങളുടേതായിട്ടുള്ള റിവിഷൻ സീരീസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്. കാരണം ഇതൊരു IT ലെവൽ എക്സാം ആണ്. ഒരുവിധം പഠിക്കുന്ന എല്ലാവർക്കും 50 to 60 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആക്കാനും പറ്റും. പക്ഷെ അവിടെയല്ല റാങ്ക് ഇരിക്കുന്നത്. റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന IT ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നുണ്ടാവും. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഫേസ് 3 പ്രിപ്പറേഷനിലേക്കാണ് ഇനി നമ്മളുടെ കയ്യിലുള്ളത്. ഏകദേശം 50 ദിവസമാണ്, 50 ഡേയ്സ് ആണുള്ളത്. 50 ഡേയ്സേക്കാൾ കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ 50 ഡേയ്സ് റൗണ്ട് ഓഫ് ചെയ്ത് പറയുക. ജൂൺ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ഇനി ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുക. നമ്മളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളും ഇതായിരിക്കും. ആ കാര്യം ഒന്ന് നോക്കുക. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ റീസെൻ്റ് ആയിട്ട്, അതായത് 10 ജൂണിൽ നടന്ന ഈ എക്സാം, ഇലക്ട്രീഷ്യൻ IT ലെവൽ എക്സാമിൻ്റെ ഒരു അനാലിസിസ് ഞാനൊന്ന് പറയുന്നുണ്ടാവും. നമ്മുടെ ടെലഗ്രാം പോളിൽ കുട്ടികൾ പോൾ ചെയ്താണ് എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 70+ ആൻസർ ചെയ്ത കുട്ടികൾ തന്നെ ഏകദേശം 200-ൽ കൂടുതൽ കുട്ടികളുണ്ട്. 200-ൽ കൂടുതൽ കുട്ടികൾ 70 മാർക്കിൽ കൂടുതൽ അല്ലെങ്കിൽ 70 ക്വസ്റ്റ്യൻസിൽ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിലാകെ 430 പേരെ എന്ത് ചെയ്തിട്ടുള്ളൂ, പോൾ ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ തന്നെ ഇവർ പല കുട്ടികളും പറയാറുണ്ട് ഇത് ഇത്ര 90+ തന്നെ ഇതിൽ 77 പേരൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ, അതൊക്കെ ഫേക്ക് അല്ലേ, അങ്ങനെയൊക്കെ ആൾക്കാർ അത്രയും അറ്റംപ്റ്റ് ചെയ്യാറുണ്ടോ? അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടി പറയാം, ഇതിൻ്റെ 50% നിങ്ങൾ എടുത്താൽ മതി. ഇതിൻ്റെ 50% ഫേക്ക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നാൽ പോലും 70+ എഴുതിയത് 80+ എഴുതിയ ആൾക്കാരുടെ എണ്ണം 100-ൽ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു IT ലെവൽ എക്സാം ആണോ, അത് ഒരു കുറച്ച് സിമ്പിളും കൂടി ആണെങ്കിൽ എന്തായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ അറ്റംപ്റ്റും കട്ട് ഓഫും എപ്പോഴും ഉയരാനാണ് സാധ്യത. അപ്പോൾ അവിടെ നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ടോപ്പിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ടാവും. ഇത് തന്നെ മാർക്സ് തന്നെ നിങ്ങൾ നോക്കുക. ഇതിൽ തന്നെ പോളിൽ വന്ന മാർക്സ് ആണെങ്കിലും നിങ്ങൾ നോക്കുക. ഇവിടെയും ഈ 70+ കിട്ടിയ ആൾക്കാരുടെ എണ്ണം 100-ൽ കൂടുതലാണ്. അഗെയിൻ ഞാൻ പറഞ്ഞു, ഇതിൽ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യം അല്ലെങ്കിൽ ഈ പോൾ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്.
ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഒരു ലെവലിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ലെവൽ, ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ തൊട്ട് phase 1 തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിമി ലെവലിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാൻ പാടില്ല, കുറച്ച് അഡ്വാൻസ്ഡും കൂടി ഒരു ITL ലെവലിന് വേണ്ടി പഠിച്ചിരിക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ടാവും. ഇനി അതിൽ നിന്ന് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജനറൽ ആയിട്ട് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു 50 to 60 മാർക്ക് വരുന്ന ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്. 90 എഴുതുന്ന 90 നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ് ഈ 50 to 60 മാർക്സ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ IT ലെവൽ എക്സാം, കേരള PSC ഏത് എക്സാം എടുക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് ആക്കാനായിട്ട് ഒരു PSCക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരിക, കോൺസെപ്റ്റ് കൊണ്ടുവരിക. അതായത് ഡയറക്റ്റ് ഇന്നതിന് കാണാതെ പഠിച്ച് പോകുന്നതിന് പകരം നമുക്കത് മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ലെവൽ മാറിക്കഴിഞ്ഞു. അതെല്ലാ എക്സാമിന്, IT ലെവൽ എക്സാമിന്, ഡിപ്ലോമ ലെവൽ എക്സാമിന്, ഡിഗ്രി ലെവൽ എക്സാമിന് അത് തന്നെയാണ് PSC ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു അപ്രോച്ചും അത് തന്നെയാണ്. കാരണം അപ്പോൾ ക്വാളിറ്റി ഉള്ള കുട്ടികളായിരിക്കും എക്സാം എഴുതി വരിക. അപ്പോൾ അത് ആ ഒരു ലെവൽ ഓഫ് ആ ഒരു PSC മാറ്റിയ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. അത് ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാനത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത് എന്താണ് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്? നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കാരണം ഇതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ 60% കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു 30 to 40% ക്വസ്റ്റ്യൻസ് വരുന്നത് എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ്, അതായത് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ എഴുതുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു 50-60 മാർക്ക് എല്ലാവരും വാങ്ങിക്കും. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ചെയ്യാൻ പറ്റും അതായിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ സഹിതം കാണിക്കാം. അതായത് റീസെൻ്റ് ആയിട്ട് വന്ന എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ ഞാൻ കാണിക്കാം. Okay, which of the following statement accurately describes the relationship between current and magnetic field it produces? അതായത് കറണ്ടും അത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന 4 സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പ്രോപ്പർട്ടീസിൽ തന്നെ നമ്മൾ പോയിന്റ്സ് ടു റിമെമ്പറിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പല കുട്ടികളും അപ്പോൾ ചോദിക്കാൻ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു IT ലെവൽ എക്സാമിന് പഠിക്കണോ? മാത്രമല്ല ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കി. അതായത് കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മാത്രമല്ല ഫിഗർ വെച്ച് തന്നെ പറഞ്ഞാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തത്? കാരണം നമ്മൾ പറഞ്ഞു ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അതിന് ചുറ്റും എന്താണ് കോൺസെൻട്രിക് സർക്കിൾസിലായിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത് ലൈ ചെയ്യുന്നത് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലായിരിക്കും അത് ലൈ ചെയ്യാന്ന് ഉൾപ്പെടെ നമ്മൾ ഫിഗർ ഉൾപ്പെടെ പറഞ്ഞാണ്. അതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. The magnetic field line produced by a straight current carrying conductor forms concentric circles with the wire and its direction is given by right hand thumb rule ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ആ ഫിഗർ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ്. ഇവിടെ നമ്മളൊരു കറണ്ട്, ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ പഠിച്ചു, നമ്മൾ അതിനുശേഷം സോളിനോയിഡ് പഠിച്ചു. അപ്പോൾ തന്നെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഈ IT ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ സോളിനോയിഡൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അത്രയൊക്കെ ആവശ്യമുണ്ട്, സിലബസിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് വേണമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയും ഇതെല്ലാം പഠിക്കാൻ സമയമുണ്ട്. നമ്മുടെ ആ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ആ ടെസ്റ്റ് സീരീസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് PSCക്ക് വരിക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇത് വേണമോ എന്നുള്ളത് ആ ചിന്ത മാറ്റി വെച്ചിട്ട് ഇത് പഠിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടും ടെസ്റ്റ് കണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഇനി നോക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. കണ്ടോ, ഒരു സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡിന്റെ മാത്രം പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഈ ഇക്വേഷനൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? അതിന്റെ പ്രോബ്ലംസ് ചോദിക്കോ? പ്രോബ്ലംസ് ചോദിക്കോ ഇല്ല എന്നുള്ളതല്ല, ആ സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെ ഡയറക്റ്റഡ് ആണ്, അതിന് എന്തുമായിട്ട് ഉപമിക്കാം എന്നുൾപ്പെടെ എല്ലാം നമ്മൾ പോയിന്റ്സ് ടു റിമെമ്പറിൽ പറഞ്ഞാണ്, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇനി നോക്കാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ക്യാപിറ്റൽ N. ഇത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു N/small n ആണെന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് തെറ്റാണ്. എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്, ഡിപ്പെൻഡ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നോക്കുക. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഇൻഡ്യൂസസ് എ വോൾട്ടേജ് ഇൻ എ നിയർ ബൈ കണ്ടക്ടർ. കറക്റ്റ് ആണ്. ഒരു ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തീർച്ചയായിട്ടും ഒരു വോൾട്ടേജ് എന്ത് ചെയ്യും? ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി ബട്ട് എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എക്സേർട്ട് എനി ഫോഴ്സ് ഓൺ മൂവിംഗ് ചാർജ്.
അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. കണ്ടോ, ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു മൂവിംഗ് ചാർജിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ലോറൻസ് ഫോഴ്സ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിന്റെ ഓരോ ഈ പറയുന്ന പോയിന്റ്സ് നോട്ടിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞാണ്. പല കുട്ടികളും ആ ഇക്വേഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ തന്നെ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നത് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് ശരിക്കും 4 പോയിന്റിൽ 5 പോയിന്റ്, ഈ ഒരു പോയിന്റും കൂടി, ഇത് 5ാമത്തെ പോയിന്റാണ്. ഈ 5 പോയിന്റ് മറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ആകെ ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ മനസ്സിലാവുന്ന എന്താണ്, 2 കറക്റ്റ് ആണ്. ഇവിടെ നോക്കുക, 2യുടെ ഓപ്ഷൻ ഉള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഇത് ചെയ്യാം. കാരണം 1 വരുന്ന ഏതാണ്, 1 ആദ്യം തന്നെ തെറ്റിയോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റാം. പിന്നെ 1 വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടോ, ഇല്ല. നമുക്ക് എലിമിനേഷൻ ടെക്നിക്കൊക്കെ IT ലെവൽ എക്സാംസിന് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊവൈഡഡ് നമുക്ക് ഇത്രയും തറവാണെങ്കിൽ. ഇനി പിന്നെ എന്താണ്, 2 വരുന്ന ഏതൊക്കെയാണ്, 2 വരുന്നത് ഓപ്ഷൻ ബിയും ഉണ്ട്, എയും ഉണ്ട്. 2 എന്തായാലും കറക്റ്റ് ആണ്, ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് എന്നാണ് പറഞ്ഞത്. അതായത് ഇൻഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 2 വരുന്ന 2 ഓപ്ഷൻസ്, അപ്പൊ ഇതും അല്ല. അപ്പൊ ഈ 3 ഓപ്ഷൻ, ഈ 2 ഓപ്ഷൻസും, അതായത് ഈ 2 ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ 2 ഓപ്ഷൻസ് ആണ്. പിന്നെ 4 നോക്കുക, 4ൽ നോക്കിയേ, 4ൽ ഈ പറയുന്ന ബട്ട് എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എക്സേർട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ 4 തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കറക്റ്റ് ആൻസർ ഓൺലി ബി ആണ്. അതായത് ഓൺലി 2 ആണ്. അതായത് ഈ ബി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. IT ലെവൽ എക്സാമിന് 2025 ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം എഴുതുന്ന ആളായിരിക്കും മറ്റ് ഈ പറയുന്ന 50-60 റേഞ്ചിൽ നിൽക്കുന്ന ആളെക്കാൾ ഒരു പടി മുകളിലേക്ക് പോവുക. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്ന ആൾക്ക് ടോപ്പ് റാങ്കിൽ വരാൻ സാധിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നമ്മുടെ ടെസ്റ്റുകൾ ഫുൾ അറ്റംപ്റ്റ് ചെയ്യുക. അതിലൊക്കെ ഈ ചോദ്യങ്ങൾ, ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവുക. ആ പ്രാക്ടീസ് ആണ് നിങ്ങളെ ടോപ്പിൽ എത്തിക്കാൻ പോകുന്നത്. ആ കാര്യം നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇതിന്റെ എല്ലാ പോയിന്റ്സും ഞാൻ ക്ലാസ്സിൽ തന്നെ നോക്കുക. ഇതെല്ലാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്താണ്. സ്കോർ പോയിന്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞതാണ്. ഇപ്പൊ KCB വർക്കറിന്റെ പരീക്ഷ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇത് സ്ലൈഡ് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും ഇനി ചോദിക്കാൻ പോകുക. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഫസ്റ്റ് 2 മോഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ബേസിക്സ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ട് വരുന്ന ഇലക്ട്രിക്കൽ മെഷീൻസ്, മെഷർമെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ പവർ സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത് ഇതൊന്നും തന്നെ. ഇനി ഞാൻ ഓൾറെഡി തന്നെ പോയിന്റ്സ് നോട്ടിൽ പറഞ്ഞു, പിന്നെ ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് സോളിനോയിഡ് ആൻഡ് ദ ഫോം ഓഫ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്, എങ്ങനെയാണ് ഇതിന്റെ അകത്തുള്ള ലൈൻസ് എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാണ്. ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്തൊരു ചോദ്യ പേപ്പറിൽ വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോപ്പർട്ടീസും, പോയിന്റ്സ് ടു റിമെമ്പറും, ഈ സ്കോർ പോയിന്റും എല്ലാം നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. പോയിന്റ് ക്ലിയർ ആണ്, ഒരു റിക്വസ്റ്റ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഇനി നമ്മളുടെ ഈ 2026 ജൂൺ 10 ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിയേ, പിന്നെ DC ഷണ്ട് മോട്ടർ, ദ 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ എല്ലാ പർപ്പസും അറിഞ്ഞതിന്റെ ആൻസർ എല്ലാം ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. ഈ ഇതിൽ ബാച്ചിൽ നമ്മൾ ക്ലാസ്സിൽ സ്പീഡ് കൺട്രോളിൽ ഡിസ്കസ് ചെയ്താണ്. ടൈം നിങ്ങൾ നോക്കിയാൽ മതി. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓരോ പർപ്പസും ഇതിന്റെ ഓരോന്നിന്റെയും റിക്വയർമെന്റ് നമ്മൾ എണ്ണി പറഞ്ഞാണ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. നോക്കിയിട്ട് പോവാം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഇത്രയും വേണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഇത്രയും പഠിച്ചാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ആ ഒരു ചോദ്യം കൂടെ നോക്കുക. ഇത് ജൂൺ 10 വന്ന ചോദ്യമാണ് കേട്ടോ. അതായത് കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച വന്ന ചോദ്യമാണ്. ഇനി നോക്കുക, ഇത് IT ലെവൽ എക്സാം ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഉണ്ട്, which of the following statements are correct about parallel operation. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു IT ലെവൽ എക്സാമിന് എങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വെറും തിയറി മാത്രമാണോ? വോൾട്ടേജ് റേഷ്യോസ് മസ്റ്റ് ബി സെയിം, കറക്റ്റ് ആണ്. KVA റേറ്റിംഗ് സെയിം, മസ്റ്റ് ബി സെയിം. KVA റേറ്റിംഗ് സെയിം ആണോ നിർബന്ധമില്ല. For best performance of parallel operation, the regulation of both transformers must be same. ഇനി ഇത് മാറ്റിയിട്ട് അവർക്ക് ഇമ്പിഡൻസിന്റെ കാര്യം ചോദിക്കാം, റെഗുലേഷന്റെ കാര്യം ചോദിക്കാം, പെർ യൂണിറ്റ് ഇമ്പിഡൻസിന്റെ കാര്യം ചോദിക്കാം. അങ്ങനെയൊക്കെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ഡിപ്ലോമ ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാമത്തെ ഇതില്ല, 1 and 3 ആണ്. എന്ത് 1 and 3 ഓപ്ഷൻ 2. ഇനി ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നത്, എയിൽ 1 and 2 ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോവുക. എഗെയിൻ ഫോർ എൻ IT ലെവൽ എക്സാം ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. When the load and heat on a transformer reduces, air will go out from the conservator through breather. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തെറ്റിക്കും. കാരണം എന്താണ് അവിടെ നടക്കുന്നത്? ലോഡ് കൂടുമ്പോൾ കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും, അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ദ ലോഡ് ആൻഡ് ഹീറ്റ് ഓൺ എ ട്രാൻസ്ഫോമർ റെഡ്യൂസസ്, അപ്പോൾ ഇവിടെ ലോഡും ഹീറ്റും റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ശരിക്കും പറഞ്ഞാൽ എയർ എന്ത് ചെയ്യാണ്, പുറത്തേക്കല്ല അകത്തേക്കാണ് വലിക്കുന്നത് അല്ലേ. അപ്പോൾ വിൽ ഗോ ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്, നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അപ്പോൾ ലോഡ് കൂടുകയാണ്, ലോഡ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടും, ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് എയർ എക്സ്പാൻഡ് ചെയ്യും. അത് എന്ത് ചെയ്യും? കൺസർവേറ്ററിലൂടെ ഗോ ഔട്ട് ആണ് ചെയ്യും. ഇവിടെ എന്താണ്
നേരെ പിടിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റെഡ്യൂസസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. നമ്മൾ പഠിച്ചാണ് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ നോട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ദ കളർ കണ്ടോ, അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ്. ദ കളർ ഓഫ് സിൽക്ക ജെൽ ചേഞ്ചസ് ടു ബ്ലൂ ആസ് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ. നേരെ തിരിച്ചാണ് അല്ലെ, ബ്ലൂയിൽ നിന്ന് ബിയിൽ നിന്ന് പിയിലേക്കാണ് പോവുക, ബിയിൽ നിന്ന് പിയിലേക്കാണ് പോവുക, ബ്ലൂയിൽ നിന്ന് പിങ്കിലേക്കാണ് പോകുന്നത് എപ്പോൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ. ഞാൻ കൺസ്ട്രക്ഷന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടായിരുന്നു, ഇത് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, അതായത് പിങ്ക് ആയിട്ടിരിക്കുന്ന അബ്സോർബ് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലൂ ആയിട്ട് മാറാം, അല്ലെങ്കിൽ അതിന്റെ മോയ്സ്ചർ ഒക്കെ പോകുന്നുണ്ടാവും, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. ബിയിൽ നിന്ന് പിയിലേക്കാണ് പോകുന്നത്, അതായത് ബ്ലൂയിൽ നിന്ന് പിങ്കിലേക്ക്. ബി കഴിഞ്ഞിട്ടല്ലേ പി വരിക, അതാണ് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സിലിക്ക ജെൽ വെച്ചു, അതിൽ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്തായി പിങ്ക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ കളർ ഓഫ് സിലിക്ക ജെൽ ഗെറ്റ്സ് ചേഞ്ചസ് ടു ബ്ലൂ ആസ് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം എയർ. അതും തെറ്റാണ്, ഇതും തെറ്റാണ്. വിച്ച് ഓഫ് റിലേ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. കറക്റ്റ് ആണ് അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. ആ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ വേണം, എന്താണ് ബുച്ചോൾസ് റിലേ എന്നുള്ളതും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺലി ഡി, ബാക്കി എല്ലാം തെറ്റാണ്. അപ്പോൾ ഒരു IT ലെവൽ എക്സാമിന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം വിത്തിൻ സെക്കൻഡ്സ് എഴുതാൻ പറ്റും. ഈ ചോദ്യങ്ങൾ കറക്റ്റ് ആക്കുന്നവനായിരിക്കും ടോപ്പിൽ വരിക, ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി നോക്കുക, വിച്ച് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്. ഇത് പറഞ്ഞു പോകുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പോയി, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്, ബാക്കി രണ്ടും കറക്റ്റ് ആണ്. സോ 2 and 3 is correct. Both 2 and 3 is correct. Point clear ആണല്ലോ. അപ്പോൾ ഇവിടെ 4.44 F into 5 into N ആണ്, നമ്പർ ഓഫ് ടേൺസ് ആണ് EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും കറക്റ്റ് വരിക. ഇനി ആ ഒരു ഇതും IT ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ IT ലെവൽ എക്സാമിന് ഓവർസൈഡ് ഗ്രേഡ് 2 ചോദിച്ചൊരു ചോദ്യമാണ് അഗൈൻ ഡിജിറ്റലിൽ. ഇത് നമുക്ക് ഏതിൽ വരുന്നില്ല, KCB വർക്കറിന് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ചോദ്യം, ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യം. ഈ ഒരു ചോദ്യം അഗൈൻ IT ലെവൽ KW ഓപ്പറേറ്ററിനെ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം പല കുട്ടികളും 3 ഫേസ് ഇത്രയൊന്നും പഠിക്കേണ്ട, 3 ഫേസ് ഒക്കെ പഠിക്കണോ, 3 ഫേസ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ പോരെ എന്നുള്ളതാണ്. ഈ ചോദ്യം നോക്കിയേ, അഗൈൻ KW ഓപ്പറേറ്ററിന് കഴിഞ്ഞോണം ചോദിച്ച ചോദ്യമാണ്. 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റാർ കണക്റ്റഡ് റെസിസ്റ്റീവ് ലോഡ്, ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ ഇടയിൽ വരുന്ന വോൾട്ടേജ് എന്താണ്, ആൻഡ് 200 വോൾട്ട് സപ്ലൈ ഇസ് ഗിവൺ ടു ഇറ്റ്. അപ്പോൾ 200 വോൾട്ട് സപ്ലൈ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അത് ഏതിന് അക്രോസ് ആണ് 200 വോൾട്ട് സപ്ലൈ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ AC ഫണ്ടമെന്റൽസും 3 ഫേസ് സർക്യൂട്ടും പഠിച്ചത്. നമ്മുടെ വർക്കറിനും ഇതേ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ ശരിക്കും ഈ 200 വോൾട്ട് വരുന്നത് ഈ 2 ലൈൻസിന് അക്രോസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഇത് ബ്രേക്ക് ആയി, അതായത് ഈ ഒരു one of the resistances if each phase 50 ohm, ഇത് 50 ohm, ഇത് 50 ohm, ഇതിൽ ഒരു ഫേസ് എന്തായി കട്ടായി. ഇത് ഏത് ഫേസിന്റെ അക്രോസ് എടുക്കുകയാണെങ്കിൽ 200 വോൾട്ട് ഉണ്ട്, ഇതങ്ങ് കട്ടായി പോയി എന്ന് വിചാരിക്കാം. ഇത് കട്ടായി പോയെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ടതാണ്, ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ഇതായിരിക്കും കറണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to 200 വോൾട്ട് ബൈ എന്താണ് 50 പ്ലസ് 50 ആയിരിക്കും വരിക. സോ 200 by 100 എന്ന് വന്നു, ഇറ്റ് ഇസ് ഈക്വൽ ടു 2 ആംപിയർ ആയിരിക്കും എന്ത് ഈ കറണ്ട് എന്ന് പറയുന്നത്. നോക്കാം. ഇനി പവർ അബ്സോർബ്ഡ് എന്താണ് ചോദിക്കുന്നത്, 3 ഫേസ് സ്റ്റാർ കണക്ട് ലോഡ്, ദ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഫേസ് ഇഫ് വൺ ഓഫ് ദി റെസിസ്റ്റൻസ് ഇസ് റിമൂവ്ഡ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും. അപ്പോൾ ടോട്ടൽ കറണ്ട് I ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് ഈ 50 ആണ്, അപ്പോൾ 100 ആണ്. 100 അപ്പോൾ I സ്ക്വയർ ആണ് അല്ലെ, I സ്ക്വയർ ഇൻറ്റു R, 2 സ്ക്വയർ ഇൻറ്റു R, ദാറ്റ് ഇസ് 400 വാട്ട് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്താണ് 3 ഫേസ് സർക്യൂട്ട് എന്നും അല്ലെങ്കിൽ 3 ഫേസ് അല്ല സ്റ്റാർ കണക്ഷൻ എങ്ങനെയാണെന്നും ഒരു റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എഗെയിൻ ഒരു IT ലെവൽ എക്സാമിന് കഴിഞ്ഞ അവിടുത്തെ ഓപ്പറേറ്ററിന് ചോദിച്ച ചോദ്യമാണ്, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ തന്നത്. കാരണം സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്ന് തോന്നും, പക്ഷേ ഇത്രയും പഠിച്ചാലേ നമുക്ക് ഇപ്പോഴത്തെ ഒരു PSC ലെവലിൽ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. ആ കാര്യം മനസ്സിലാക്കുക. ഞാൻ എല്ലാ ചോദ്യങ്ങളിലേക്കും പോകുന്നില്ല. എഗെയിൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ കൊടുത്തിരുന്നതാണ്. ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ എവിടെയാണ് നമ്മുടെ 1.2 കേബിൾസ് ആൻഡ് വയറിംഗിൽ തന്നിട്ടുള്ള ചോദ്യമാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ഇസ്, അത് എന്തുകൊണ്ട് മൾട്ടി ചെയ്യണം, 0.81 കൊണ്ട് മൾട്ടി ചെയ്യണം. ഡയറക്റ്റ് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റിലും ചോദിച്ചൊരു ചോദ്യമാണ്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ 20 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 0.81 ഇട്ടാൽ മതി, 20 ഇൻറ്റു 16 അടുപ്പിച്ച് വരുന്ന ഒരു വാല്യൂ എടുക്കുക. ആൻസർ 16 ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ കൂടുതൽ എഴുതാൻ ഒരുപാട് സമയമൊന്നും കളയില്ല, കാരണം അത്രയ്ക്കുള്ള സമയം നമുക്ക് കിട്ടില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ ഇങ്ങനൊരു ചോദ്യം, ഇത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു മെക്കാനിക്കൽ കാരാണ് ഇത് എഴുതുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഷണ്ട്. അപ്പോൾ ഷണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, കൺസ്ട്രക്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഷണ്ട് എന്ന് പറയുന്നത്, ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് ഈ ആർമേച്ചറിന്റെ പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എത്രയാണ്, 200 വോൾട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പാരലൽ സപ്ലൈ ആണെന്ന് മനസ്സിലാക്കണം. 200 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 200 വോൾട്ട് എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ആണ്, ഇറ്റ് ടേക്സ് എ ലൈൻ കറണ്ട്. ലൈൻ കറണ്ട് ഇത് 18 ആംപിയർ ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. ഇനി 18 ആംപിയർ. ഇനി
ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നിങ്ങൾ അറിയാം ഈ 200 തന്നെ ഇവിടെയും വരുന്നുണ്ടാവും. ഈ 200 ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന ഐ ഷണ്ട് അല്ലെങ്കിൽ ഐ ഫീൽഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200/100 ആയിരിക്കും. ദാറ്റ് ഈസ് 2 ആംപിയർ ആയിരിക്കും ഇങ്ങോട്ട് പോവുക. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടേക്സ് എ ലൈൻ കറണ്ട് ഓഫ് ഇവിടെ നിന്ന് വരുന്നത് 18 ആംപിയർ ആണ്. വാട്ട് വിൽ ബി ദ ആർമേച്ചർ കറണ്ട് എന്നാണ് ചോദിച്ചത്. ആർമേച്ചർ എന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് IA എന്ന് പറയുന്നത്. അപ്പോൾ 18 ആംപിയർ ഇങ്ങോട്ട് വന്നു, 2 ആംപിയർ ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് എത്ര വരും? 16 ആംപിയർ. ഇത്രയേ ഉള്ളൂ. ആൻസർ കഴിഞ്ഞു. ഇത് എഴുതുപോലും വേണ്ട, അത് അറിയാമെങ്കിൽ ഡയറക്ട്ലി തന്നെ നമുക്ക് എഴുതാം. 2 ആംപിയർ ഇങ്ങോട്ട് പോയി. ഇങ്ങനത്തെ ചോദ്യം, അതായത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന ചോദ്യങ്ങളെ കിട്ടുള്ളൂ. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. റിക്വസ്റ്റ് ആണ്. ഇനി നോക്കുക, ഇത് നമ്മൾ പറഞ്ഞാണ് ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? d∅dt ആണ്. d∅dt എങ്ങനെയാണ് ഫ്ലക്സ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേൺസ് n d∅dt. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, എത്ര ചേഞ്ച് ചെയ്യുന്നു, എത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ പറയുന്ന പോലെ എത്ര സെക്കൻഡ്സിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം, ഫ്ലക്സ് കണ്ടുപിടിക്കണം. നമുക്ക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു B × A. ഈ ഇക്വേഷൻസ് എല്ലാം അറിയാമെങ്കിൽ നിസ്സാരമായിട്ട് ഈ ചോദ്യത്തിലേക്ക് എത്താം. എഗെയിൻ ഇതും നമ്മുടെ സ്കിൽഡ് അസിസ്റ്റന്റ് 2025 ITL ലെവൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാം. വേണമോ എന്നുള്ള ഇത് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം പഠിച്ചാൽ നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ. അതുപോലെ തന്നെ ഇലുമിനേഷനിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ITL ലെവൽ എക്സാം ആണ്. ഗ്രേഡ് 2 ആണ്. ഗ്രേഡ് 2 ITL ലെവൽ എക്സാം ആണ്. ഇലുമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ഇതിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അതിന് ചോദിക്കാൻ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഓർത്തിട്ട് പോവാം. ഇനി ITL ലെവലിൽ തന്നെ ഇത് ഡിഗ്രി ലെവലിനോ ഡിപ്ലോമ ലെവലിനോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ചോദിക്കാറില്ല. പക്ഷേ ITL ലെവലിന് എന്താണ് ഇൻ സീരീസ് RLC സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? XL = XC ആണ് ചോദിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ കോൺസെപ്റ്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും. റെസൊണൻസ് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. പലപ്പോഴും സിലബസിൽ മെൻഷൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നോക്കാം. ഇനി നോക്കാം. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് എ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണെന്ന് അറിയണം, ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് അറിയണം. മാത്രമല്ല നമ്മളുടെ നിമി ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നിങ്ങൾ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സസെപ്റ്റബിലിറ്റി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സസെപ്റ്റബിലിറ്റി എങ്ങനെയാണ് പെർമിയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമിയിലുള്ളതിനപ്പുറത്തേക്കും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കുക. ഇനി how interpoles are connected in a DC generator. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ തരാം. What is the purpose of compensating winding in a DC generator? അതുപോലെ ആർമേച്ചർ, the effect of armature reaction can be neutralized in large DC machines എങ്ങനെയാണ്? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം കാണാൻ ശ്രമിക്കുക. ആ ടെസ്റ്റുകൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ എക്സാമിന് പോകാം. ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് പല എക്സാംസ് ഇപ്പോൾ ജൂൺ 10th നടന്ന എക്സാം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ പല കുട്ടികളും പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇനി അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടാണോ പോകേണ്ടതാണ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അത് ഓരോന്നായിട്ട് തന്നിട്ടുണ്ടാവും. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ് ഫ്രെയിം ചെയ്യാനായിട്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അതുപോലെ 4 ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ വേണോ ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് അതിനനുസരിച്ചുള്ള കീയെ നമുക്ക് എങ്ങനെ വേണോ ഫ്രെയിം ചെയ്യാം. പക്ഷേ അത് 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 പോയിന്റ്സും അറിഞ്ഞാൽ മാത്രമേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ചോദ്യം, ഈ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് കാണാതെ പഠിച്ചിട്ട് പോവുക? ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോവുക? കാണാതെ പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്സാര സെക്കൻഡ്സ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാണാതെ ITL ലെവൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടല്ല പോകേണ്ടത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയും തന്നെ പഠിക്കാം. ഇനി നിങ്ങളുടെ ഡൗട്ട്, ഇനി ഇത് പഠിക്കാൻ സമയമുണ്ടോ? 50 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെ ധാരാളമാണ് ഇത് പഠിക്കാനായിട്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് നമ്മൾ നോക്കുമ്പോൾ 90+ ക്വസ്റ്റ്യൻസ്, അതായത് എക്സാക്ട്ലി 91 ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് വന്നത്, ടെസ്റ്റിൽ നിന്നാണ് വന്നത്. അത് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് വേണം. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇതിനൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് പഠിച്ചിട്ട് പോവുക. നമ്മുടെ ഈ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 60% ഇലക്ട്രിക്കലാണ്, 40% മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടല്ലോ, അത് അതേപോലെ ഫോളോ ചെയ്യുക. സെക്ഷൻ വൈസ് പഠിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ഈ ഇതിൽ തന്നിട്ടുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 15 മാർക്കാണ്. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ്, ബാക്കി എല്ലാത്തിൽ നിന്നും കൂടി 5 മാർക്ക് വെച്ചിട്ടാണ് 60 മാർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്
നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ തന്നെ പഠിക്കുക. കാരണം നമ്മളിതിൻ്റെ നമ്മുടെ കോഴ്സിലാണെങ്കിൽ നമ്മുടെ ക്ലാസ് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എക്സാംസും മെക്കാനിക്കൽ എക്സാംസും ഉണ്ട്. ഈ മെക്കാനിക്കലിൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെക്കാനിക്കലിൻ്റെ ഫാക്കൽറ്റീസ് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ കുറേ കൂടി വാസ്റ്റ് ആണ്. മെക്കാനിക്കൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അതിൽ നിന്ന് തന്നെ വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രിക്കൽ വാസ്റ്റ് ആണ്. ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡീറ്റെയിൽ, കാരണം മെക്കാനിക്കലിൻ്റെ ഡീറ്റെയിൽസ് മെക്കാനിക്കൽ സിമ്പിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. ഇലക്ട്രിക്കലിൻ്റെ ഈ വാസ്റ്റ് സിലബസിൽ നിന്നാണ് നമുക്ക് ഇത്രയും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ ഈ പറയുന്ന 60 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സസിന് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ഒന്ന്, ആസ് പെർ സിലബസ് ഇലക്ട്രിക്കൽ സെക്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കണ്ടു തീർക്കാൻ സമയമില്ലാത്തവർക്ക്, അതായത് ലേറ്റ് ആയിട്ട് പഠിച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ നിങ്ങൾ ഈ ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന ഈ ഫോൾഡറിൻ്റെ അകത്തുള്ള വീഡിയോസ് മാത്രം കണ്ടിട്ട്, പക്ഷേ അത്രയെങ്കിലും കണ്ടിട്ട് പോകണം. അത് നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ സീരീസും കണ്ടിട്ട് പോവാം. അപ്പോൾ ഇത് രണ്ടും എന്തായാലും തീർത്തിട്ട് പോവുക. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഫുള്ള് പഠിച്ചിട്ട് അതിൻ്റെ കൂടെ റിവിഷനും കൂടി കണ്ടാൽ മതി. ഇത് കാണണമെന്നില്ല. ഇനി നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഇത് മാത്രം കണ്ടിട്ട് പോവാം. മെക്കാനിക്കലിനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് ആസ് പെർ സിലബസും അതുപോലെ തന്നെ സെക്ഷൻ വൈസും നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സമയമില്ലാത്തവർ ഈ സീരീസ് മാത്രം കണ്ടിട്ട് പോവാം. പോയിന്റ് ക്ലിയർ ആണോ? നമ്മളിവിടെ ഈ റിവിഷൻ നോക്കുക. ഈ ഇലക്ട്രിക്കൽ ക്വിക്ക് റിവിഷനിൽ നമ്മൾ കൺസോളിഡേറ്റഡ് റിവിഷൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓരോ മോഡ്യൂളിലും നിങ്ങൾ അത്യാവശ്യമായി കണ്ടിരിക്കേണ്ട വീഡിയോസ് മാത്രമായിട്ടും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് പോവുക. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? കാരണം ഇത്രയും എക്സാമ്പിൾ ഞാൻ കാണിച്ചത് അത്രയും പഠിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓപ്പറേറ്റർ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ മനസ്സിലാവുക ഇത്രയും പഠിച്ചാൽ പോരായിരുന്നു. അത് പാടില്ല. ഇനി നമുക്ക് ഈ 50 ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതും കൂടി ഓർക്കുക. ഇനി നോക്കുക, ഈ റിവിഷൻ സീരീസിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിവിഷൻ സീരീസിലാണെങ്കിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയും ആഡ് ഓൺ ക്ലാസ്സസ് വരുന്നുണ്ടാവും. അത് നോക്കുക. മെക്കാനിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം മാഷ് പറഞ്ഞാണോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല. സെക്ഷൻ വൈസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും വെയിറ്റേജും എത്രത്തോളം ചോദ്യങ്ങൾ വരാമെന്നുള്ളത് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ടു കോൺസെപ്റ്റ്. അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആദ്യം കവർ ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് ടഫ് ആയിട്ടുള്ളത് മിസ്ലിനിയസ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല ചോദ്യങ്ങൾ അങ്ങനെ തന്നെ വരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഷോർട്ട് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അതാണ് ആ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, ന്യൂമറിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റൻസ്, കോൺസെപ്റ്റ് ക്വസ്റ്റൻസ്, ഇത് എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യുന്നതനുസരിച്ചാണ്. കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ നോക്കുക, മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 44 മാർക്കാണ്. നമുക്കത് പോരാ. ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് 75+ മാർക്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എയിം ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു IT ലെവൽ എക്സാമാണ് നിസ്സാരമായിട്ട് കാണാതെ ഇനിയുള്ള സമയത്തിൽ നമുക്ക് ഇനി ആവശ്യത്തിൽക്കുള്ള സമയമുണ്ട്. 50 ഡേയ്സ് ഒരുപാട് സമയമാണ്. ആ 50 ഡേയ്സിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും? ഞാൻ പറയുകയാണെങ്കിൽ ഇനി അടുത്ത 50 ദിവസം നിങ്ങൾ മിനിമം 10 മണിക്കൂറെങ്കിലും ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 മണിക്കൂർ കണ്ടെത്തി പഠിക്കുക. അത് തന്നെ 500 മണിക്കൂറായി. ഈ 500 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നത് 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ 1 മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് ഏകദേശം 5 മണിക്കൂർ പഠിക്കാനുണ്ട്. അത്രയൊന്നും എഫേർട്ട് വേണ്ട നമ്മുടെ IT ലെവൽ എക്സാം ക്വാളിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ടോപ്പിൽ വരാനായിട്ട്. ആ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഈസ് വാല്യൂബിൾ. അതിനനുസരിച്ച് പഠിക്കുക. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണിച്ചത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പഠിക്കണം, ഇത്രയും പഠിച്ചേ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഡീമോട്ട് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, അതിനല്ല ഈ ഇത്രയും നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളത് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു IT ലെവൽ എക്സാം നിങ്ങൾക്ക് ടോപ്പിൽ വരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റ് റിവിഷൻ വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.